ഞാൻ ഈ പറയുന്നത് മനസ്സിൽ വിചാരിക്കുക. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കയ്യിൽ ഒരു കപ്പ് ചൂട് ചായയുമായി വലിയ തിരക്കുകളില്ലാതെ ആസ്വദിച്ചു കുടിക്കുന്ന ആ ചായ തിരക്കേറിയ ഒരു ദിവസത്തെ സന്തോഷത്തോടെ നേരിടുന്നതിന് നമ്മളെ സഹായിക്കും. ആരോഗ്യത്തിൻ്റെ രഹസ്യം വലിയ കാര്യങ്ങളിലല്ല, ചെറിയ ശ്രദ്ധാപൂർവമായ തീരുമാനങ്ങളിലാണ്. ശരീരത്തിനെയും മനസ്സിനെയും നമ്മുടെ ഊർജങ്ങളെയും ഒരുമിപ്പിച്ച് പരിപാലിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യത്തെയും ക്ഷേമത്തെയും കുറിച്ചാണ്. ജീവിതത്തെ തന്നെ മാറ്റാൻ സഹായിക്കുന്ന 4 തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കും. ജീവിതം തിരക്കേറിയതാണെങ്കിലും ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ടാണ് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിനാൽ ഈ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം പങ്കാളികളാകും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ആരോഗ്യത്തിൻ്റെ കഥ നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോഴാണ് അത് ശക്തമാവുക. ഒന്നാമത്തെ ശീലം അഥവാ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരീരത്തെ പോഷിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അമ്മമ്മ പലപ്പോഴും പറയുമായിരുന്നു, ശരിയായി കഴിച്ചാൽ ഭക്ഷണം മരുന്നാണ്. അവർ ഒരുക്കിയിരുന്ന ഭക്ഷണം ലളിതമായിരുന്നു. ചോറ്, സാമ്പാർ, പരിപ്പ്, പച്ചക്കറികൾ. ഇന്ന് നമുക്ക് അതേ പതിവ് തിരിച്ചു കൊണ്ടുവരാം. ഒരു അധിക പച്ചക്കറി ഭക്ഷണത്തിൽ ചേർക്കുക. വറുത്ത പലഹാരങ്ങൾക്ക് പകരം പഴങ്ങളോ നട്ട്സുകളോ കഴിക്കാം. പുലർച്ചെ ചൂടുവെള്ളത്തിൽ നാരങ്ങാ നീര് ചേർത്ത് കുടിക്കാൻ ശ്രമിക്കാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉറപ്പായും വരുത്തിയിരിക്കും. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശത്തോടെ ചലിക്കുക എന്നതാണ്. ഭക്ഷണത്തിന് ശേഷം കുടുംബം ഒരുമിച്ച് നടക്കുന്നത് പല വീടുകളിലും ഒരു പതിവായിരുന്നു. അത് വെറും വ്യായാമമല്ല, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും സന്തോഷങ്ങൾ പങ്കിടുന്നതിനുമുള്ള വളരെ നല്ല അവസരങ്ങളായിരുന്നു. ഇത് നമുക്കും പ്രാവർത്തികമാകാം. കൂട്ടത്തോടെയുള്ള നടത്തം, ഇടയ്ക്കിടെയുള്ള ചെറിയ സ്ട്രെച്ചിങ്ങുകൾ, പടികൾ കയറുക, പാചകം ചെയ്യുന്ന സമയത്ത് സംഗീതത്തിനോടൊപ്പം നൃത്തം ചെയ്യുക. ചലനം ദിനചര്യയിലെ ഒരു ആചാരമായി മാറുമ്പോൾ അത് ശരീരത്തിനെയും മനസ്സിനെയും പുതുക്കും. മൂന്നാമത്തെ തിരഞ്ഞെടുപ്പായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറ്റബോധമില്ലാതെ വിശ്രമിക്കുക എന്നുള്ളതാണ്. ഉച്ചതിരിഞ്ഞുള്ള ചെറിയ ഉറക്കം പല വീടുകളിലും കണ്ടിരുന്ന ഒരു പതിവ് കാഴ്ചയായിരുന്നു. അതൊരിക്കലും ആരും മടിയുടെ ഭാഗമായി കണ്ടിരുന്നില്ല. ജീവിതത്തിൻ്റെ ഒരു താളം തന്നെയായിരുന്നു. ഇന്ന് പലരും ഉച്ചയുറക്കത്തെ മടിയുടെ ലക്ഷണമായി കണക്കാക്കാറുണ്ട്. പക്ഷേ വിശ്രമം ഉൽപാദനക്ഷമതയുടെ ഇന്ധനമാണ്. ശരീരം ആവശ്യപ്പെടുമ്പോൾ ചെറിയൊരു ഉറക്കം അനുവദിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 30 മിനിറ്റ് ഫോൺ മാറ്റിവെക്കാനായി ശ്രമിക്കുക. വിശ്രമം കുറ്റബോധമില്ലാതെ സ്വീകരിക്കാനായി ശ്രമിക്കുക. ഇത് തീർച്ചയായും നമ്മളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചിരിക്കും. നാലാമത്തെ തിരഞ്ഞെടുപ്പായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ സമാധാനം കാക്കുക എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും ദേവാലയങ്ങളിലും നിശബ്ദത വിശുദ്ധമായിട്ടാണ് കരുതിയിരുന്നത്. ആ നിശബ്ദതയാണ് സമാധാനം കാക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ആ നിശബ്ദത സൃഷ്ടിക്കാം. പുലർച്ചെ 2 മിനിറ്റ് ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കാം. വൈകുന്നേരം വിളക്ക് തെളിച്ച് നിശബ്ദതയിൽ കുറച്ചു നേരം ഇരിക്കാം. മനസ്സിൻ്റെ സമാധാനം കാക്കുന്നത് നമ്മളുടെ ഊർജം ക്ഷയിക്കുന്ന കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നതും ഉൾപ്പെടുന്നു. അതൊരു സ്വാർത്ഥതയല്ല, സ്വയം ബഹുമാനിക്കുന്ന ഒരു രീതി മാത്രമാണ്. അവസാനമായി ആരോഗ്യവും ക്ഷേമവും ഒന്നിച്ചാൽ നമുക്ക് ദീർഘായുസ് മാത്രമല്ല, ഒരു നല്ല സന്തോഷകരമായ ജീവിതമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ശരീരത്തെ പോഷിപ്പിക്കുക, ഉദ്ദേശത്തോടു കൂടി ചലിക്കുക, കുറ്റബോധമില്ലാതെ വിശ്രമിക്കുക, മനസ്സിൻ്റെ സമാധാനം കാക്കുക. ആസ്വദിച്ചുള്ള രാജ്യത്തെ ചായ, ഭക്ഷണത്തിന് ശേഷമുള്ള നടപ്പ്, ഉച്ചതിരിഞ്ഞുള്ള ചെറിയ ഉറക്കം, വൈകുന്നേരത്തെ ചെറിയ നിശബ്ദത, ഇവയെല്ലാം വെറും ആചാരങ്ങളല്ല. ഇവയാണ് നമ്മളെ സന്തുലിതരാക്കുന്ന, സന്തോഷം നൽകുന്ന, കരുത്തു പകരുന്ന ദിനചര്യകൾ. പ്രിയ സുഹൃത്തുക്കളെ, ആരോഗ്യവും ക്ഷേമവും നമ്മൾ ഓരോ ദിവസവും എഴുതുന്ന കഥകളാണ്. ഓരോ ശ്രദ്ധാപൂർവമായ തിരഞ്ഞെടുപ്പുകളും ആ കഥയിലെ ഓരോ ഏടുകളാണ്. ശ്രദ്ധയോടെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ ജീവിതം മനോഹരമാക്കാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആരോഗ്യത്തിൻ്റെ, ക്ഷേമത്തിൻ്റെ കഥകൾ എഴുതാം. താങ്ക് യു.